നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്യാബിനറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കാഴ്ചപ്പാട് മുഖാമുഖം പരിപാടിയിൽ അതിഥിയായി എത്തിയ പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് പ്രസന്നൻ ആനിക്കാട് ഇടതുമുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കി. LDFന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടമാകുന്നു എന്നത് ഒരു പരിധിവരെ ശരിയാണെന്ന് പ്രസന്നൻ ആനിക്കാട് പറയുന്നു. മുന്നണി വിപുലപ്പെടുമ്പോൾ ഒത്തുതീർപ്പ് രാഷ്ട്രീയം പ്രയോഗിക്കേണ്ടി വരുമെന്ന് PM ശ്രീ പദ്ധതി ഉദാഹരണമാക്കി പ്രസന്നൻ ആനിക്കാട് ചൂണ്ടിക്കാട്ടി. മുന്നണികൾ വിപുലപ്പെടുമ്പോൾ മുന്നണികളുടെ വലിപ്പം എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായിരിക്കും കാഴ്ചയ്ക്ക്. പക്ഷേ പല കാര്യങ്ങളിലും ഒത്തുതീർപ്പ് രാഷ്ട്രീയം അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ PM ശ്രീ അത് നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്നുള്ളതല്ല, പ്രബലമായ ഒരു മുന്നണിയെ നയിക്കുന്ന സർക്കാരിൻ്റെ നേതൃത്വം CPIM ഒരു തീരുമാനത്തിലെത്തുന്നു. കാരണം വിദ്യാഭ്യാസപരമായിട്ട് കേരളത്തിന് ഒരുപാട് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ സാമ്പത്തികമായിട്ട് കിട്ടുന്ന, പക്ഷേ പെട്ടെന്ന് ഘടകകക്ഷി എന്നുള്ള നിലയിൽ CPI അതിനെ എതിർക്കുന്നു. ഇതൊരു ശോഷണത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ ഒരു കാരണവശാലും CPIM ഒരു തീരുമാനം എടുത്താൽ അതിനെ മാറ്റിമറിക്കാൻ സാധാരണഗതിയിൽ അത് നടക്കുന്നതല്ല. പക്ഷേ ഇത്തവണ അത് സംഭവിച്ചു. അതേപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ നിലനിർത്താനായിട്ട് ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരുന്നു. ഇതൊക്കെ ഈ പറയുന്ന നമ്മൾ ശോഷണത്തിൻ്റെ ചില എലമെൻറ്റ്സ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമാണ്. CPIM വ്യക്തി കേന്ദ്രീകൃതമായി എന്ന വിമർശനത്തിൽ കഴമ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തുടർ ഭരണത്തിൻ്റെ 2021 ഭരണത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ മുമ്പായിരുന്നെങ്കിൽ റിയാസ് എന്ന് പറയുന്ന ഒരു ഘടകം മന്ത്രിയായിട്ട് ഈ സർക്കാരിൽ തന്നെ വരാൻ അസംഭവ്യമെന്ന് പറയാൻ കഴിയും. വേറെ കൂടുതൽ ഉദാഹരണമൊന്നും വേണ്ട, മുമ്പായിരുന്നെങ്കിൽ. പക്ഷെ ഇത്തവണ അത് സംഭവിച്ചതിൻ്റെ കാരണം ഈ തുടർഭരണത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും അതിനെ ക്യാപ്റ്റൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. ആ ക്യാപ്റ്റൻ ഉള്ളതാണ് എന്നുള്ളതിൻ്റെ ആനുകൂല്യം അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ആവശ്യപ്പെട്ടെങ്കിൽ അതിനെ നിഷേധിക്കാനോ എതിർക്കാനോ ആർക്കും കഴിയില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചുറ്റുപാടായി ഉരുത്തിരിഞ്ഞത്. അത് ശരിയാണോ, അതിനകത്ത് ശരികേടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പരിധിവരെ ശരികേടുണ്ട്. കാരണം EMSൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന, അല്ല EMS ഉൾപ്പെടെ ഉള്ളവർ ഉയർത്തിയ സംഭവത്തിൽ ബന്ധുമിത്രാദികളെ കഴിവതും, അപ്പോൾ പിന്നെ എന്താണ് വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഒരു ചോദ്യം ഉണ്ടാകുന്നതുകൊണ്ട് അത് പാടില്ല എന്ന് പറയും. പക്ഷേ ഇത്തവണ ഒരുപക്ഷെ ഈ പലരും ആരോപിക്കുന്ന പോലെ ഒരു വാത്സല്യം അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കാം. ഇപ്പോൾ ഏറ്റവും വലിയ വിമർശനം പറയുന്നത് മരുമോനിസം എന്ന് പറയുന്നത്, ആ വിമർശനത്തിന് ഇട ഉണ്ടാക്കരുതായിരുന്നു എന്ന് ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ക്യാബിനറ്റ് ചാനൽ ചീഫ് എഡിറ്റർ ടോം മാത്യു അവതാരകനായി എത്തുന്ന കാഴ്ചപ്പാട് മുഖാമുഖം പരിപാടിയിൽ പ്രസന്നൻ ആനിക്കാടുമായി നടത്തിയ അഭിമുഖം ശനി, ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്കും രാത്രി 9 മണിക്കും സംപ്രേഷണം ചെയ്യും. കൂടാതെ YouTube ചാനലിലും ക്യാബിനറ്റ് ചാനലിന്റെ Facebook പേജിലും ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.